ചണ്ഡികാ ഹോമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശ്വശാന്തി, സമാധാനം, സാഹോദര്യം എന്നീ മൂന്നെണ്ണമാണ്. സർവരോഗ നിവാരണം എന്നത് ഇതിൻ്റെ 4ാമത്തെ ലക്ഷണമാണ്. മാത്രമല്ല ഔഷധ വീര്യങ്ങളുള്ളതായ കൂട്ടുകളാണ് ഈ യാഗാഗ്നിയിൽ നിക്ഷേപിക്കുന്നത് എന്നതിനാൽ അത് ഭൂമിയെയും ജലത്തെയും അന്തരീക്ഷത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു. ഭക്തർക്ക് എങ്ങനെ അത് ഗുണമായി തീരും, അല്ലെങ്കിൽ ഭക്തരുടെ ജീവിതത്തിൽ എങ്ങനെ അത് സ്വാധീനിക്കും, അതിനെക്കുറിച്ചൊന്ന് ഭക്തരിലോട്ടൊന്ന് എത്തിക്കുക. ഇല്ല, കാരണം ഇവിടെ എത്തി ഇതിനെ പങ്കെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ, അതെങ്ങനെ ഒന്ന്. ഇവിടെ ചണ്ഡികാ ഹോമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശ്വശാന്തി, സമാധാനം, സാഹോദര്യം എന്നീ മൂന്നെണ്ണമാണ്. സർവരോഗ നിവാരണം എന്നത് ഇതിൻ്റെ 4ാമത്തെ ലക്ഷണമാണ്. അപ്പോൾ ഓരോ ജീവരാശിക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നതിലൂടെ അവരുടെ രോഗങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. മാത്രമല്ല ഔഷധ വീര്യങ്ങളുള്ളതായ കൂട്ടുകളാണ് ഈ യാഗാഗ്നിയിൽ നിക്ഷേപിക്കുന്നത് എന്നതിനാൽ അത് ഭൂമിയെയും ജലത്തെയും അന്തരീക്ഷത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു. ക്ഷേത്ര ചൈതന്യത്തിൽ ജീവനോടുള്ള ഈശ്വരാംശം പ്രതിഷ്ഠിച്ചു വച്ചിട്ടുള്ളതിനാൽ ക്ഷേത്രത്തിലേക്ക് ഈ കലശാദി കുംഭങ്ങളെ അഭിഷേകം ചെയ്യുമ്പോൾ ക്ഷേത്ര വിഗ്രഹത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ ക്ഷേത്ര ചൈതന്യത്തിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അത് നിലനിൽക്കുകയും അതിലൂടെ തൊഴാൻ വരുന്ന ഓരോ ഭക്തനും ഇത് ലഭ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ കലശാദി പൂജകളിലെ അഭിഷേകക്കൂട്ടുകൾ, അതിൽ നിന്ന് കൊടുക്കുന്ന തീർത്ഥം, ശുദ്ധമായ ചന്ദനം, കുങ്കുമം, ഭസ്മം, അതോടൊപ്പം പ്രസാദേ സർവദുഃഖാനാം ഹാനി എന്ന കണക്കിൽ പ്രസാദങ്ങൾ നൽകുമ്പോൾ അതിൽ നിന്നും സർവരോഗ നിവാരണം ഉണ്ടാകുന്നു എന്നതാണ് ആയുർവേദത്തിൻ്റെ ഭാഗമായ ശാസ്ത്രസത്യവും ധനുർവേദത്തിൻ്റെയും സ്ഥാപത്യവേദത്തിൻ്റെയും ഗാന്ധർവേദത്തിൻ്റെയും കൂടി ഒരു കൂട്ടായ്മയാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് എന്നതിനാൽ ക്ഷേത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഗ്രാമപ്രദേശത്ത് അതിഗംഭീരമായ ദൈവീകമായ ഒരു അലകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അത് നമ്മുടെ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ആ ചണ്ഡികാ ഹോമത്തിൽ പങ്കെടുക്കുന്ന ഭക്തരിൽ അത് പ്രതിഫലിക്കുന്നതായിരിക്കും അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ മറ്റു കാര്യം നമുക്ക് പരിചയപ്പെടുത്തേണ്ട അമ്മയാണ്. അമ്മ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പരിചയപ്പെട്ടാണ്. ഇപ്പോൾ ഈ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ചെറിയ വിഗ്രഹത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുന്നേ സ്വയം ആരാധിച്ചു വന്നൊരു വിഗ്രഹത്തിൽ നിന്ന് ഈ കാണുന്ന ക്ഷേത്രമാക്കി മാറ്റേണ്ട ഒരു മൂല കാരണം അമ്മയാണ്. അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം നമ്മളെ വിളിക്കുകയുണ്ടായി, മക്കളെങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നടക്കുകയുണ്ടായി. കേരളത്തിൽ നിന്ന് പല ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, അതുപോലെ ബാധകൾ, അങ്ങനെ രോഗശാന്തിയൊക്കെ വരുന്നുണ്ടെന്ന് അമ്മ. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ അതാണ് ഞങ്ങൾ അങ്ങോട്ട് വരാം, നമുക്ക് അതൊന്ന് നേരിട്ട് കാണണം, അത് നമ്മുടെ സന്തോഷമാണെന്ന് നമ്മൾ വരാൻ ഇടയായത്. അപ്പോൾ അമ്മയെടുത്താണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അമ്മ എന്തൊക്കെയാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ക്ഷേത്രത്തിൽ വന്ന അത്ഭുതങ്ങളും കാര്യങ്ങളും അതൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഭക്തരിലേക്കൊന്ന് പറയാവുന്നത്? നമ്മൾ ഈ പരിപാടി ചെയ്ത് എല്ലാവരും അറിഞ്ഞ ശേഷം എന്നെ കുറേ പേര് വിളിച്ച് ഇവിടെ വരികയും ചെയ്ത്. അപ്പോൾ രോഗങ്ങൾക്കുള്ള ശാന്തി കിട്ടി. ആശുപത്രി പോകാനായിട്ട് ഒരുങ്ങി അവർക്ക് പുള്ളിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് നിന്നപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞ്, ഞാൻ പറഞ്ഞ ഒരു നാണയം ഒഴിഞ്ഞ് വെച്ചോളാൻ പറഞ്ഞ് ആ നാണയം ഒഴിഞ്ഞ് വെച്ചു. മകൾ ഇവിടെ വന്നു, കർമ്മങ്ങൾ ചെയ്ത് ആശുപത്രി പോകേണ്ട ഇടം വന്നില്ല. സന്തോഷമായിട്ട് കിടന്ന ഒരു രോഗി എഴുന്നേറ്റ് പുള്ളിയുടെ ബിസിനസ് കാര്യത്തിനൊക്കെ പോയി. പിന്നെ ഇവിടെ ബാധയായിട്ട് 4 വർഷമായ ഒരു കുട്ടി വന്നു. ആ കുട്ടിക്ക് എല്ലാം മാറി. അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ജോലി ഒരു കുട്ടിക്ക് ജോലിയായി. ഇതെല്ലാം ഈ അടുത്ത ദിവസം കൊണ്ട് നടന്നതാണ്. നമ്മുടെ ഭഗവാന്റെയും അമ്മയുടെയും കാരണങ്ങളായിട്ട് എല്ലാ കാരണമായിട്ട് നമുക്ക് അത് നടത്തി കിട്ടി. ഈ സപ്താഹത്തിൻ്റെ ഇടയ്ക്കും ഇവിടെ ഭഗവതിയുടെ കളത്തിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇത് നടന്നത്. കഴിഞ്ഞ 2 ആഴ്ചയുള്ളത്. അപ്പോൾ ഈ വിളിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും ഭഗവതിയും ഭഗവാനും എല്ലാവരും കൂടി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ഷേത്രത്തിനുള്ള എല്ലാ ആൾക്കാർക്കും വളരെ വളരെ സന്തോഷമായിരിക്കുകയാണ്. കാരണം പാവങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്കൊരു നിത്യശാന്തി കിട്ടാനായിട്ടല്ല അവർ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവരുടെ അടുത്ത് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന എന്തൊക്കെ യാഗങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മഹത്തായ യാഗങ്ങൾ വരാൻ പോകുന്നത്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്?
കുണ്ഡനിർമ്മാണവും കലശസ്ഥാപനവും കുണ്ഡശുദ്ധീകരണവും ഇന്നലെ വൈകുന്നേരം ചെയ്ത ശേഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ചരാചരങ്ങൾക്കും ജീവിത സാഹചര്യത്തിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് വരാവുന്നതായ തടസ്സങ്ങൾ, വിഘ്നങ്ങൾ മുഴുവൻ തീർക്കാനായിട്ടാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയുടെ പ്രതീകമായ ആനത്തലയുള്ള മഹാഗണപതിക്ക് ആഹുതികളും കർമ്മങ്ങളും ക്രിയകളും ചെയ്യുന്നത്. ഇതും എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ആരോഗ്യം നൽകുവാനായിട്ട് സൂര്യനെ ഉപാസിക്കുന്ന രീതിയിലാണ് ഗായത്രി മന്ത്രത്തിൻ്റെതായ നിർമ്മാണം. അപ്പോൾ ആരോഗ്യവും ബലവും ആയുസ്സും ലഭിക്കുവാനാണ് ഗായത്രി മന്ത്രം ഉപാസിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് നടത്തുന്നത് ഗായത്രി യജ്ഞമാണ്. ഗായത്രി യജ്ഞം കഴിഞ്ഞ ശേഷം നവഗ്രഹങ്ങളെയും 28 നക്ഷത്രങ്ങളെയും 12 രാശികളെയും പ്രീതിപ്പെടുത്തുന്നതാണ്. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ദേവനിലേക്ക് എത്തണമെങ്കിലോ ലോകത്ത് ഉപകാരപ്രദമായി തീരണമെങ്കിലോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും രാശികളും അനുകൂലമായിരിക്കണം. പ്രതികൂലമാണ് എങ്കിൽ അത് വിപരീതമായ ഫലങ്ങളെ ഉണ്ടാക്കും. അതിന് നവഗ്രഹങ്ങളുടെ ഹോമം, നക്ഷത്രങ്ങളുടെ ഹോമം, രാശികളുടെ ഹോമം ഇത്രയും കഴിഞ്ഞ ശേഷമാണ് വേദത്തിൻ്റെ കൃഷ്ണയജുർവേദത്തിൻ്റെ ശാഖകളെ വായിക്കുന്നത്. കൃഷ്ണയജുർവേദത്തിൻ്റെ ശാഖകൾ വായിച്ച് ആഹൂതി ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ ഭദ്രകാളിയുടെ മൂലമന്ത്രമാണ് ആഹൂതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ചണ്ഡികാഹോമത്തിൻ്റെ ഒരു സെക്ഷൻ, ചണ്ഡികാഹോമം 3 പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അതിൽ 1-ാം അധ്യായം, പിന്നെ 2, 3, 4 അധ്യായങ്ങൾ 2ാമത്തെ സെക്ഷൻ, 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ 3ാമത്തെ സെക്ഷൻ. അങ്ങനെ 1-ാം ദിവസം 1-ാം അധ്യായവും, 2-ാം ദിവസം 2, 3, 4 അധ്യായങ്ങളും, 3-ാം ദിവസം 5 മുതൽ 13 വരെയുള്ള 9 അധ്യായങ്ങളുടെയും ആഹൂതിയാണ് ക്രമം, അതിൻ്റെ സിസ്റ്റം, ഇതിൻ്റെ ശരിയായ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചണ്ഡികാ യജ്ഞത്തിൻ്റെ മഹത്തായ 1-ാം അധ്യായത്തിലേക്കാണ് ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത്. വേദഹോമം പൂർത്തീകരിച്ചു. ഇത് കഴിഞ്ഞ് ചണ്ഡികാഹോമത്തിൻ്റെ ആദ്യത്തെ വിഭാഗം ചെയ്ത് അന്നപ്രസാദത്തിനായി നിർത്തും. വൈകുന്നേരം തുടർന്ന് ഭഗവത് സേവയും ഇതിൻ്റെ തന്നെ ദേവി മഹാത്മ്യത്തിൻ്റെ തന്നെ അർഗളം, കീലകം, കവചം എന്ന് പറയുന്ന 3 വിഭാഗങ്ങളും രഹസ്യത്രയങ്ങളും അങ്ങനെ 6 അധ്യായങ്ങൾ വൈകുന്നേരം ഹോമിക്കും എന്നുള്ളതാണ്.